പ്രധാനമന്ത്രിയുടെ തലസ്ഥാന സന്ദർശനത്തോടനുബന്ധിച്ച് അനധികൃതമായി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിന് ബിജെപിക്ക് പിഴയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ 20 ലക്ഷം രൂപ പിഴയൊടുക്കണമെന്നാണ് കോർപ്പറേഷന്റെ നിർദ്ദേശം. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പരാതിയിൽ ബിജെപി തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി നഗരത്തിൽ റോഡും നടപ്പാതയും കയ്യേറി ഫ്ലക്സും കൊടിത്തോരണങ്ങളും ബിജെപി സ്ഥാപിച്ചിരുന്നു. കോർപ്പറേഷന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നിശ്ചിത സമയത്തിനകം ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന് ബിജെപിക്ക് കഴിഞ്ഞ 22-ന് കോർപ്പറേഷൻ നോട്ടീസ് നൽകുകയും ചെയ്തു. ഈ നിർദ്ദേശം ലംഘിച്ചതിനെ തുടർന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ നടപടി. പിഴത്തുകയായ 19,97,000 രൂപ 2 ദിവസത്തിനകം അടച്ചു തീർക്കണമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഉത്തരവ്. ഉദ്യോഗസ്ഥരല്ല ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ ജനങ്ങൾ നേരത്തെ രാഷ്ട്രീയ നേതൃത്വമല്ലേ, അതൊക്കെ ഞങ്ങൾ നോക്കണം. ഉദ്യോഗസ്ഥർ ജോലി, രാഷ്ട്രീയ നേതൃത്വത്തിന് ജോലി. ഡേറ്റ് കഴിഞ്ഞ മുഴുവൻ ബോർഡ് ഇനിയിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയാലും, ഏത് അമ്പലത്തിന്റെ ആയാലും, ഏത് പള്ളിയുടെ ആയാലും, പിന്നെ മറ്റുള്ള സംഘടനകളിലായാലും പരിപാടിയുടെ ഡേറ്റ് കഴിഞ്ഞ ബോർഡുകൾ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒരു നിമിഷം പോലും ഇവിടെ ഇരിക്കാൻ അനുവദിക്കാൻ പറ്റില്ല. നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് എൻ്റെ പാർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പൊതുസമൂഹത്തിൽ ഏറെക്കുറെ എല്ലാവരും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്തുണ ലഭിക്കും. ഇത് ഭരണപരമായുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ ഭരണപരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ള സംഘടനയും ഇല്ലാതെ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആക്രമണോത്സുകമായിട്ടൊന്നും ഉദ്യോഗസ്ഥർ പെരുമാറേണ്ട ആവശ്യമില്ല. പക്ഷേ ഡേറ്റ് കഴിഞ്ഞ് നാടിന് ബുദ്ധിമുട്ടായിട്ട് ബോർഡുകൾ അവിടെ അത് വയ്ക്കുന്നവർ തന്നെ മാറ്റേണ്ടതാണ്. മാറ്റിയില്ലെങ്കിൽ കോർപ്പറേഷൻ കോൺട്രാക്ട് കൊടുത്തിട്ടുള്ളവർ മാറ്റുമോ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഫ്ലെക്സ് സ്ഥാപിച്ചതിന് ബിജെപിക്ക് പിഴയിട്ട ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റിയ തിരുവനന്തപുരം കോർപ്പറേഷൻ റവന്യൂ ഓഫീസർ ഷൈനിയെ കൌൺസിൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് മാറ്റിയത്. ഇടത് യൂണിയൻ നേതാക്കൾക്കും സ്ഥലം മാറ്റമുണ്ട്. പിഴയിട്ട ഉദ്യോഗസ്ഥയെ തന്നെ സ്ഥലം മാറ്റിയിരിക്കുന്നു. മറ്റ് ആർക്കൊക്കെയാണ് ഈ സ്ഥലം മാറ്റം? വിവരങ്ങൾ എങ്ങനെ? ഇതിൽ മേയർ പറഞ്ഞത് ഇത് സ്വാഭാവിക നടപടി മാത്രമാണ്, ഇതിൽ രാഷ്ട്രീയ പ്രേരിതമൊന്നുമില്ല എന്നാണ് മേയർ ഇന്ന് പോലും വിശദീകരിച്ചത്. പക്ഷേ ഇത്തരത്തിൽ ഈ നടപടി സ്വീകരിച്ച ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഷൈനി നഗരസഭയുടെ ഓഫീസറാണ്, നഗരസഭ റവന്യൂ ഓഫീസറാണ്. അവരെ ഇപ്പോൾ കൌൺസിൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇങ്ങനെ 5ഓളം പേർക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത്. യൂണിയൻ നേതാക്കളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് കുമാറിനും മാറ്റമുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ചില ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ നടപടിയെടുത്തതിന്റെ പേരിൽ ഒരു പ്രതികാര നടപടി നമുക്ക് പറയേണ്ടി വരും. ഇത്തരത്തിൽ മാറ്റിയിരിക്കുന്നു. എന്തായാലും ഏറ്റവും പ്രധാനം ഇത്തരത്തിലുള്ള നടപടി എന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ ബിജെപിക്കെതിരെ ബിജെപി ഭരിക്കുന്ന ഒരു കോർപ്പറേഷൻ നടപടി എടുക്കുമോ എന്നൊരു കാര്യമാണ് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ കോർപ്പറേഷൻ തന്നെ ഇത്തരത്തിൽ പല ഒരു ചോദ്യങ്ങൾ മേയർക്കെതിരെ വന്നു. കാരണം ഇത്തരത്തിൽ വലിയ രീതിയിൽ തിരുവനന്തപുരം നഗരത്തിലെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ ഫ്ലെക്സ് ഇടുമ്പോൾ ബിജെപിയും വലിയ രീതിയിൽ പ്രധാനമന്ത്രിയുടെ പരിപാടിയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ മുഴുവൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി ഇത്തരത്തിൽ പിഴ അടക്കുന്ന കാര്യമെല്ലാം മേയർ സൂചിപ്പിക്കാൻ തുടർന്ന് 20 ലക്ഷം രൂപ പിഴ ഈടാക്കുകയും ചെയ്തത്. ഇതിനെ ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ന്യായീകരിച്ചിരുന്നു. തങ്ങൾ അത്തരത്തിൽ അനധികൃതമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ന്യായീകരിച്ചെങ്കിലും മേയർ ഇതിനെ സ്വാഭാവിക നടപടിയാണ് വിശദീകരിച്ചത്. പക്ഷേ അതിൽ കൃത്യമായ ഒരു പ്രതികാര നടപടി എന്നോണം നഗരസഭാ സെക്രട്ടറി ഇത്തരത്തിൽ നഗരസഭാ റവന്യൂ ഓഫീസറെയും അതുപോലെ തന്നെ ചില യൂണിയൻ നേതാക്കൾക്കെതിരെയും ഇപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികാര നടപടി ഒന്നെന്ന് പറയേണ്ടി വരും. അരുണ്യ, തീർച്ചയായും കൃത്യമായി അതിലെ രാഷ്ട്രീയം തന്നെ മുന്നോട്ട് വയ്ക്കുന്നതാണ് ഈ സ്ഥലം മാറ്റ നടപടി.